സമയം ഇപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഒരു 5:45 6 മണി ആ ഒരു സമയത്താണ് സാധാരണ എണീക്കാറുള്ളത്. അപ്പോൾ രാവിലെ ഇങ്ങനെ ആയി വരണുള്ളൂ. അതായത് സൂര്യൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ആ ഒരു സ്കൈ ആ കളർ ഇങ്ങനെ സൺറൈസും അങ്ങനെ അതൊക്കെ ആയിട്ട് നല്ലൊരു കളറായിരിക്കും ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇനിയും ആകാശത്തിന്റെ ഭംഗി നോക്കി നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടലൊന്നും നടക്കില്ല. അപ്പോൾ അതിനുള്ള പണികൾ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഒന്ന് കൊടുത്തു വിടുന്നത്. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡി ടു കുക്കാണ്. കുറച്ച് നഗ്ഗറ്റ്സ് ഫ്രൈ ചെയ്തു, പിന്നെ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും. അപ്പോൾ ആ ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് സോൾട്ടും കൂടി ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. രാവിലെ പോണ സമയത്ത് കഴിക്കാനാണ് കേട്ടോ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഒരാളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ട ശേഷം പിന്നെ കുറച്ച് നേരം കൂടി നമുക്ക് ഇങ്ങനെ കിട്ടും. കാരണം അടുത്ത ആൾക്ക് മോള് പ്രീ KG, അതായത് ഈ ഒരു വീഡിയോ കുറച്ച് മുന്നത്തെയാണ് കേട്ടോ. അപ്പോൾ മോള് പ്രീ KGയിൽ വേറെ സ്കൂളിൽ പോണ സമയത്തെയാണ്. അപ്പോൾ അത് കാരണം ആൾക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും റെഡി ആയിട്ട് പോയാൽ മതി. ഓൻ സ്കൂളിൽ പോയതിന് ശേഷം കുറച്ച് സമയം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുർബാന കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ കുർബാന നമുക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ കാണാറുണ്ട്. ഈ ചിക്കനാ വെക്കണം. ഓക്കെ, വെക്കണ്ടേ? ചിക്കൻ ഓക്കെ അല്ലേ? ഇത് ഇഷ്ടാണോ? അപ്പൊ എന്റെ മൂല പറഞ്ഞ ഈ ചിക്കൻ വെച്ചോളാം. ഈ ചിക്കൻ സ്പൈസി അല്ല, കഴിച്ചു നോക്കി. ഫ്രൈസിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സോൾട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡിനുള്ള കട്ടൻ ചായയും മോൾക്കുള്ള പാലൊക്കെ തിളപ്പിച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ മോൾക്ക് ഇട്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ, അതായത് ഞാൻ തലേദിവസം തന്നെ ഏതാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള പിന്നെ ആ ഒരു സമയത്ത് തിരക്ക് പിടിച്ചിട്ട് പിന്നെ അതിനൊന്നും സമയം കിട്ടാതിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ മോൾക്ക് സ്കൂളിൽ പോകാൻ നല്ല ഹാപ്പിയാണെന്ന്. അതെന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഈ കൊടുത്തു വിടുന്ന സ്നാക്സ് ഇതൊക്കെ ആയ കാരണമായിരിക്കും. എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങളാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മോളും അപ്പയും കൂടിയിട്ട് അപ്പോൾ ഓഫീസിലേക്ക് പോവും, മോളെയും സ്കൂളിലാക്കിയിട്ട്. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോളിപ്പോൾ പോകുന്ന സ്കൂളിൻ്റെ ഒരു തൊട്ടടുത്തൊരു 3-4 ബിൽഡിംഗ് അപ്പുറത്താണ് ഹസ്ബൻഡിൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ അത് കാരണം മോളും അപ്പയും കൂടിയിട്ട് ഒരുമിച്ചാണ് പോകാറുള്ളത്. ഉച്ചയ്ക്കാണെങ്കിലും ലഞ്ച് കഴിക്കാൻ വരുന്ന ആ ഒരു സമയത്ത് മോളെ പിക്ക് ചെയ്തിട്ടാണ് വരാറ്. ഇനി ഇവിടെ ഇല്ല എന്നുള്ള സമയങ്ങളിൽ മാത്രമേ എനിക്ക് മോളെ കൊണ്ടാക്കാനും കൊണ്ടുവരാനായിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ എല്ലാവരും പറഞ്ഞു വിട്ട ശേഷം ഇനി എനിക്ക് സമാധാനമായിട്ട് ചായ ഇട്ട് കുടിക്കാമല്ലോ. അങ്ങനെ ഞാൻ ചായക്കൊക്കെ വെച്ചു. 1 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു. പിന്നെ ചായപ്പൊടി ഇങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് ഞാൻ സിമ്മിലിട്ടിട്ട് നന്നായി തിളപ്പിക്കിട്ടോ, കാരണം നല്ല കടുപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മോർണിംഗ് ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ ഒന്ന് സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരുന്നിട്ടൊന്ന് കുടിക്കണം. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റൂമൊക്കെ ഒന്ന് റെഡിയാക്കാൻ വന്നിട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ പോണ സമയത്ത് എല്ലാവരെയും അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ഇറങ്ങണമല്ലോ. ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കേണ്ട തിരക്ക് കാരണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ റൂമിലത്തെ ഈ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് മടക്കി ഒതുക്കി ഇടുന്ന ആ പണികളൊക്കെ പിന്നെ വന്ന് ചെയ്യാറുള്ളത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ റൂമൊന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു ഫ്രീ ആയ പോലെ തോന്നും. കാരണം അതിങ്ങനെ കിടക്കണം കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷെ നമ്മുടെ സമയമില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്യല്ലോ, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പിന്നെ അധികമൊന്നും ചെയ്യാനായിട്ടില്ല. ഈ കുട്ടികൾ ഈ ടോയ്സൊക്കെ ഇവിടെ ഇരിക്കുന്നതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുക. അത്ര പണികൾ ഉണ്ടാവാറുള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത എനിക്കൊരു ചെയ്യാനായിട്ടുള്ള പണി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. ഒരു പ്രിൻസസ് തീമായിരുന്നു ഈ ലാസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ഈ പ്രിൻസസിൻ്റെ കുറേ കട്ടൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആദ്യം തന്നെ ഇതൊക്കെ അഴിച്ചു മാറ്റണം, എന്നിട്ട് ഇത് കറക്റ്റ് ഓരോ സ്ഥലങ്ങളിലേക്ക് വെക്കാമെന്ന്. അതായത് എല്ലാം വെച്ചില്ലെങ്കിലും നമ്മുടെ റൂമിൽ തന്നെ അതിങ്ങനെ ഓരോ സൈഡിലേക്ക്, അതായത് ഈ ഫോട്ടോ ഫ്രെയിമിൻ്റെ അവിടെ 2 വെച്ചു, പിന്നെ ആ TV-യുടെ 2 സൈഡിൽ, അങ്ങനെ അതിൻ്റെ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊന്ന് വെക്കാൻ വിചാരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ചിനായിട്ട് അധികം കാര്യമായിട്ടുള്ള വിഭവങ്ങളൊന്നുമില്ല. കാരണം ഞാനും മക്കളും മാത്രമേ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം മുതിര ഒന്ന് കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കടുമാങ്ങ അച്ചാറും കൊടുത്തു. പിന്നെ മീൻ വറുക്കാനായിട്ട് 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മോൾക്കും മോനും വേണ്ടിയിട്ട് അതെടുത്തു. ഞാനപ്പോൾ ഇങ്ങനത്തെ കളർ പപ്പടം ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതായിരുന്നു പിന്നെ ഇങ്ങനെ ഞാൻ വറുത്ത് കഴിക്കാനായിട്ട്. അതായത് എന്തെങ്കിലും ഒരു വറവ് നമുക്ക് എന്തായാലും സൈഡിൽ ആവശ്യമുണ്ട്. അതില്ലാണ്ട് നമുക്ക് ആർക്കും ചോറ് ഇറങ്ങാത്തതുകൊണ്ട് ആ ഒരു പപ്പടമായിരുന്നു പിന്നെ കുറച്ചധികം വറുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കുറച്ച് വാച്ച് ഉണ്ട്. അപ്പോൾ ആ വാച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് നമ്മൾ അടുത്തൊരു ഇങ്ങനത്തെ ഗിഫ്റ്റ് ഷോപ്പില്ലേ, അതായത് ഇങ്ങനത്തെ 1 to 10
ഡേ ടു ഡേ അല്ല, അതുപോലെ തന്നെയുള്ള വേറൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ കണ്ടതായിരുന്നു കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള പോലെ തോന്നി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. എന്നിട്ട് വേണം ഇനി ഇങ്ങനത്തെ ഒരു ബോക്സും കൂടി മേടിക്കണമെന്ന് ആലോചിക്കാനായിട്ട്. കണ്ടപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ ആമസോണിലൊക്കെ നമുക്കിത് കിട്ടും. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ 10 എണ്ണമാണ് കേട്ടോ. 10 വാച്ച് വെക്കാനുള്ള ഇങ്ങനത്തെ ബോക്സ്, എന്താ പറയുക, അങ്ങനെയുള്ള കള്ളികളാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോ വാച്ചായിട്ട് ഞാൻ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി നമുക്കിങ്ങനെ വീതി കുറഞ്ഞ വാച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കള്ളിയിൽ തന്നെ 2 എണ്ണമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാച്ചുകളൊക്കെ ഇപ്പോൾ ഇട്ട് വെച്ചിരിക്കണം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ തല്ലും. കാരണം എല്ലാ വാച്ചും കൂടെ ഞാനിങ്ങനെ ഒരു ഒറ്റ ബോക്സിലാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടോ ഇങ്ങനെയൊന്നും അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ തന്നെ വാച്ചിൻ്റെ തന്നെ അത് നല്ലതല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വാച്ചുകളായിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. മക്കൾ ടി വി കാണുന്ന നല്ലൊരു സമയമാണ്. ഈ ഒരു സമയത്ത് ചെയ്ത് വെച്ചാൽ പിന്നെ എനിക്ക് വലിയ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് വേഗം തന്നെ പണി തീർക്കാം. നമ്മളിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കില്ല, ഇങ്ങനെ എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ മസ്റ്റായിട്ടും കയ്യിൽ വേണ്ടത്, അതായത് ചിലർ പറയും ലിപ്സ്റ്റിക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അവർക്ക് എടുക്കാതെ, അതായത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന്. അതേപോലെ ഒരു ഐറ്റമാണ് എനിക്ക് വാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഞാനിപ്പോൾ തൊട്ടടുത്ത് വെറുതെ ഒരു ഷോപ്പിലേക്ക് പോവുകയാണെങ്കിലും, വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുകയാണെങ്കിലും, ഒന്ന് വെറുതെ പാർക്ക് വരെ പോവുകയാണെങ്കിലും, അങ്ങനെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും എനിക്ക് വാച്ച് വേണം കേട്ടോ. അതാണ് എനിക്ക് വേറെ കൈമ വാളയും വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും വാച്ച് എനിക്ക് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ട്. കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ എല്ലാതും. അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു കാണുന്ന വാച്ച് എനിക്ക് കല്യാണത്തിന് മുന്നേ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യണത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ എല്ലാത്തിൻ്റെ ആ ഒരു ടൈം നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാം കൂടി ഇങ്ങനെ ബാറ്ററി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ബാറ്ററി ലീക്ക് ആവും എന്നൊക്കെ പറയണ കേട്ടിട്ടുള്ള കാരണം വർക്കിംഗ്, അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാച്ചിന് മാത്രമേ ഞാൻ ഓണാക്കി വെക്കാറുള്ളൂ. പിന്നെ ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഒരുപാട് സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വാച്ചായിരുന്നു ടീസോട്ടിൻ്റെ ഈ ഒരു വാച്ച്. ഇതിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വാച്ചുകളുണ്ട്, അതുപോലെ ഇവിടെ UAE ഉണ്ട്, പിന്നെ ഒമാനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതുണ്ട്, പിന്നെ മാൽദീവ്സിൽ വാങ്ങിച്ചിട്ടുള്ള വാച്ചും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ മാൽദീവ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു സമയത്ത് നമ്മൾ ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വാച്ച്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയപ്പോൾ ഒരു സന്തോഷം. കാരണം ആദ്യത്തേതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരൊറ്റ ഒരു കുഞ്ഞൊരു ബോക്സിൽ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കാണാൻ നല്ല ലുക്കും കാര്യമൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കുറച്ച് ലെതർ, അതായത് സോഫ്റ്റ് ടൈപ്പാണ് കേട്ടോ അതിൻ്റെ മോൾ ഭാഗത്തുള്ള ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രൗൺ കളറും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വൈറ്റും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ബ്രൗൺ കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാനിതെടുത്തത്. ഇതേപോലെയുള്ള ബോക്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാനുണ്ടായിരിക്കും. കാരണം നമുക്കിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കാണാറുണ്ട്. ഞാനപ്പോൾ ഇത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു ഷോപ്പിൽ പോയപ്പോൾ ഇതേപോലത്തെ ഒരെണ്ണം കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ തന്നെ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ.